സമസ്ത രൂപീകരിക്കപ്പെട്ടത് നിഷ്കളങ്കരായ സ്വാലിഹീങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും ഖുത്തുബി തങ്ങളും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും തുടങ്ങിയ പ്രഗത്ഭരായ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ആളുകൾ എന്തിനു വേണ്ടിയാണ് ത്യാഗം ചെയ്തത്, കഷ്ടപ്പെട്ടത്, ഓടി നടന്നത്? ദുന്യവിയായ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗം കഴിഞ്ഞ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് വാഴക്കാട്ട് വരെ നടന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ വന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ യോഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോഴാണ് ഏതോ ഒരു യാചകൻ, ഏതോ ഒരു പാവം, ഒരു സാധു ഉസ്താദിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയത്. ഉസ്താദാണല്ലോ, കണ്ണിയത്ത് ഉസ്താദാണ് എന്നറിഞ്ഞിട്ടല്ല, ഒരു മൂല്യരാണ്. എന്തെങ്കിലും കൈ കാണിച്ചാൽ വിശക്കുന്ന വയറ്റത്ത് കൈവച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് കൈ നീട്ടിയപ്പോ ആ സാത്വികനായ കണ്ണിയത്ത് ഉസ്താദ് ബസ്സിന് കൊടുക്കാനുണ്ടായിരുന്ന പോക്കറ്റിലെ നാണയത്തുട്ടുകൾ ഈ സാധുവിന് കൊടുത്തു. ഇനി ബസ്സിന് കയറിപ്പോകാൻ ബസ്സിന് കൂലി കൊടുക്കാനില്ല. കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നടന്ന് വാഴക്കാട്ടേക്ക് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എത്തുന്നത് പാതിരാ നേരത്താണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന രാവിലെ പോകുമ്പോ പറഞ്ഞിരുന്നു, രാത്രി ഞാൻ എത്തും, ഭക്ഷണം ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന് കഴിക്കാം. പക്ഷേ 12 മണി കഴിഞ്ഞ സമയത്താണ് കണ്ണിയത്ത് ഉസ്താദ് കടന്നു വരുന്നത്. പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് വാതിൽ തുറന്നു കൊടുത്തു, വുളൂ ചെയ്തു, നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന കിടക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഭക്ഷണമുണ്ട്, അട്ടിപ്പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ശൈഖുന പറഞ്ഞു, വേണ്ട, ആ ഭക്ഷണം എനിക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഈ പള്ളിയിൽ ദർസ് നടത്തുന്ന മുദർരിസനാണ് നാട്ടുകാര് ഭക്ഷണം കൊടുത്തയച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് ദർസ് നടത്തിയിട്ടില്ല. ഞാൻ രാവിലെ സുബഹിക്ക് മുമ്പേ പുറപ്പെട്ടതല്ലേ, ഒരു കിതാബ് പോലും ദർസ് നടത്തിയിട്ടില്ല. മുദർരിസനാണ് ഭക്ഷണം, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ ഒരുങ്ങുകയാ. ശക്തമായ വിശപ്പുണ്ട് എന്നറിയാം. കുട്ടികൾ ചോദിച്ചു, എന്താണ് ശൈഖുന വൈകിയത്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നടന്നു, കിലോമീറ്ററുകൾ കോഴിക്കോട്ട് നിന്ന് നടന്നു, ക്ഷീണിച്ചവശനായി ഭക്ഷണം കഴിക്കാതെ ആ സാത്വികനായ മഹാമനുഷ്യനോട് മുതഅല്ലിമീങ്ങൾ നിർബന്ധിച്ചു ശൈഖുന ഭക്ഷണം കഴിക്കണം. അപ്പോൾ പറഞ്ഞു, എന്നാൽ മക്കളെ, ഞാനൊരു സബക്ക് നടത്തട്ടെ, മുദർരിസിനാണ് ഭക്ഷണം, നിങ്ങൾ എന്റെ മുന്നിൽ കിതാബുമായി വന്നിരുന്നാൽ ഏതാനും മുതഅല്ലിമീങ്ങൾ അവരുടെ കൂടെയുള്ള ശരീക്കുമാർ ഉറങ്ങിയവരെ വിളിച്ചുണർത്തി അവരും കിതാബുമായി വന്ന പാതിരാ സമയത്ത് ഒരു സബക്ക് നടത്തി 1 മണിക്കൂറോളം അവർക്ക് കിതാബ് ഓതിക്കൊടുത്ത് എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഹലാലായി, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനെയുള്ള സാത്വികരായ മഹാരഥന്മാർ എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചത്? അവര് സമസ്ത കെട്ടിപ്പടുത്തത്, അവര് സമസ്തക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പരലോകം വിജയിപ്പിക്കണം. അവർ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ അവർ ജീവിക്കണം, ഈമാൻ സലാമത്താവണം, ഹുസ്നുൽ ഖാത്തിമത്ത് അവർക്കുണ്ടാവണം. മറ്റ് യാതൊരു ലക്ഷ്യവും മഹാന്മാരായ നിഷ്കളങ്കരായ ആലിമീങ്ങൾക്കുണ്ടായിരുന്നില്ല. ഈ സമുദായം, കേരളത്തിലെ മുസ്ലിം സമുദായം 15 നൂറ്റാണ്ട് കാലമായി ഇവിടെ നിലനിർത്തിയ ഒരു വിശുദ്ധമായ പൈതൃകമുണ്ട്. ആ പൈതൃകം ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. ആ പൈതൃകം എന്താണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പൈതൃകമാണ്. ആ പൈതൃകം ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മഹാന്മാരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരാണ്. കേരളത്തിൽ 100-ലധികം സ്വഹാബിമാര് ഇസ്ലാമിക ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാര് വരെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കൈമാറി തന്ന ദീനിന്റെ ദീപശിഖ, ആ വെളിച്ചം, അത് താബിഈങ്ങളിലൂടെ, താബിഉ താബിഈങ്ങളിലൂടെ, ഇമാമീങ്ങളിലൂടെ, മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ, സാദാത്തുക്കളിലൂടെ, ഉലമാക്കളിലൂടെ, മഖദൂമി പണ്ഡിതന്മാരിലൂടെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് മഹാന്മാര് കൃത്യമായി എത്തിച്ചു തന്നു. അതിനെ, ആ വിശുദ്ധമായ പൈതൃകത്തിന്റെ കടക്ക് കത്തിവെച്ച് അതിനെ തകർക്കാൻ കടന്നു വന്ന ചില ആളുകൾ, അവര് പറഞ്ഞല്ലോ,
2021 അവര് പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന്. കേരളത്തിലെ വഹാബികൾ, കേരളത്തിലെ സലഫികൾ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്, നവോത്ഥാനത്തിന്റെ 100 കൊല്ലം. അന്ന് സമസ്ത പറഞ്ഞു അവരോട്, അല്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് പൈതൃകത്തിന്റെ 15-ാം നൂറ്റാണ്ടാണ് എന്ന്. പാരമ്പര്യത്തിന്റെ 15 നൂറ്റാണ്ട്, കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ, സൂഫികളുടെ, ഔലിയാക്കളുടെ, ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ, തങ്ങന്മാരുടെ, ഉലമാക്കളുടെ വിശുദ്ധമായ പാരമ്പര്യം, സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, 15 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള പാരമ്പര്യം. അതിനെ യാഥാസ്ഥിതികത എന്ന് വിളിക്കാം. അഭിമാനത്തോടെ സമസ്തക്കാർ അത് സ്വീകരിക്കും. ഞങ്ങൾ യാഥാസ്ഥിതികരാണ്. അതിനെ പഴഞ്ചന്മാർ എന്ന് ആക്ഷേപിക്കാം. ആ പഴമയെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ പഴമ മുത്തനബി പഠിപ്പിച്ചതാണ്. അഫ്ളലുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും വിശുദ്ധന്മാർ ആ ഏറ്റവും പഴക്കമുള്ളവരാണ്. 15 നൂറ്റാണ്ട് മുമ്പ്, 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഏറ്റവും വിശുദ്ധമായ കാലം എന്റെ കാലമാണ്. ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച കാലം, ഞാൻ എന്റെ സ്വഹാബത്തിനെ ഈ ഉമ്മത്തിന് സമർപ്പിക്കുന്ന കാലം. പിന്നെ അവരോടടുത്തവർ, പിന്നെ അവരോടടുത്തവർ. അങ്ങനെ അവസാനത്തോടടുക്കും തോറും ഈമാൻ കുറഞ്ഞു വരുന്നു, ഇൽമു കുറഞ്ഞു വരുന്നു, തഖ്വ കുറഞ്ഞു വരുന്നു, ഇഖ്ലാസ് കുറഞ്ഞു വരുന്നു. അങ്ങനെ പോകുന്നു. സ്വാലിഹീങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അവരാണ് പഴമക്കാർ, അവരാണ് യാഥാസ്ഥിതികർ. അവർ നവോത്ഥാനത്തിന്റെ ആളുകളല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യദ്ഹബു സ്വാലിഹൂൻ. മഹാന്മാരൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. അൽ-അവ്വലു ഫൽ-അവ്വൽ. അവരങ്ങനെ അമുൻഗണനാക്രമത്തിൽ സ്വഹാബത്തിന്റെ കാലത്ത്, താബീങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ കഴിഞ്ഞ് അവരൊക്കെ പോയി. അവസാനം ബാക്കിയാവുന്നതാരാ? വതബ്ഖാ ഹുസാലത്തുൻ കഹുസാലത്തി ശഈരി അവിത്തംർ. ഈത്തപ്പഴം, ഗോതമ്പ് കച്ചവടക്കാർ കൊണ്ടുവന്നാൽ അങ്ങാടിയിൽ ആളുകൾ നല്ല ഈത്തപ്പഴം സെലക്ട് ചെയ്തെടുക്കും, തെരഞ്ഞെടുക്കും. നല്ല ഗോതമ്പ് അതൊക്കെ മാറ്റിയെടുത്തു. അങ്ങനെ അവസാനം ഓരോരുത്തർ കൊണ്ടുപോയി. അവസാനം ബാക്കിയാകുന്ന കനമില്ലാത്ത കേടുവന്ന ചപ്പ് ചവറുകളായ ആ തെരവ് എന്ന് പറയും മലയാള ഭാഷയിൽ. ഹുസാലത്തുൻ കഹുസാലത്തി ശഈരി അവിത്തംർ. അതാണ് അവസാനം ബാക്കിയാവുക. ആരാണ് ഈ അവസാന കാലക്കാർ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണി പറയുമ്പോ ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാർ ആദ്യകാലക്കാരെ ശപിക്കും. ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാരെ ആദ്യകാലക്കാരെ ആക്ഷേപിക്കും, ശപിക്കും, ശകാരിക്കും. അവർക്ക് പഴവ് പറ്റി എന്ന് പറയും. നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് പറഞ്ഞവരല്ലേ സ്വഹാബത്തിനെ നിന്ദിച്ചത്, സ്വഹാബത്തിനെ ആക്ഷേപിച്ചത്? കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബിമാര് തെളിവല്ല എന്ന് പറഞ്ഞത്, സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലും നിഷ്കരുണം തള്ളിക്കളയാൻ കേരളത്തിലെ വഹാബികൾക്ക് അതിന് മനസ്സ് വന്നത്, അവരുടെ തൂലിക ചലിച്ചത്, അവർ സ്റ്റേജുകളിൽ മഹാന്മാരായ സ്വഹാബത്തിനെ ആക്ഷേപിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? മുത്തനബി പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാരെ ആദ്യകാലക്കാരെ ആക്ഷേപിക്കും, ശപിക്കും, ശകാരിക്കും. അത് പിന്നീട് സ്വഹാബത്തിനെ പോലും ശപിച്ചാൽ, അവരെ പോലും ആക്ഷേപിച്ചാൽ, പിന്നെ താബിഈങ്ങളെ, താബിഈങ്ങളെ, ഇമാമിങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ മുഴുവനും അവർ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഈ പുതിയ കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശം പറയും. കാരണം ആദർശം പറയാനും പഠിപ്പിക്കാനും ആദർശം ഇവിടെ നിലനിർത്താനുമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. ഈ പുതിയ കാലഘട്ടത്തിൽ ആദർശം പറയുകയോ? സംഘപരിവാർ ശക്തികൾ ഒരു കയ്യിൽ പൗരത്വ ബില്ലിന്റെ ഭീഷണി, മറ്റേ കയ്യിൽ ഏക സിവിൽ കോഡ്, ഇത് രണ്ടും ഉയർത്തിപ്പിടിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആദർശം പറയാ, മുസ്ലിം സമുദായം തമ്മിൽ പോര് പറയാ, ഇവിടെ നിസ്സാര കാര്യങ്ങൾ പറയാ. ഇവിടെയാണോ ഖുത്ബയുടെ ഭാഷയെക്കുറിച്ച് ചർച്ച? ഇവിടെയാണോ സ്ത്രീ ജുമുഅ ജമാഅത്ത്? ഇവിടെയാണോ തവസ്സുൽ ഇസ്തിഗാസ? ഇവിടെയാണോ മജ്ലിസുൻ നൂർ മങ്കൂസ് മൗലിദ്? ഈ തരം താഴ്ന്ന ഏർപ്പാടുകൾ പറഞ്ഞ് ആദർശത്തിന് വേറും വാശിയും കൂട്ടുന്നവർ, ഫാഷിസം തലക്ക് മീതെ വട്ടമിട്ട് പറക്കുന്ന കാലത്ത് നിങ്ങൾ ഇതൊക്കെ നിർത്തിവെക്കണമെന്ന് പഞ്ചാര വാക്ക് പറയുന്നവരോട് ഒരു കാര്യം പറയട്ടെ.
മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദർശം തന്നെയാണ്. ദുനിയാവല്ല, ദുനിയാവിലെ അസ്തിത്വമല്ല. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും. ഏത് കാലഘട്ടത്തിലും ദുനിയാവിൽ മുസ്ലിം സമുദായത്തിന് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. അത് ഏത് നാട്ടിലും അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് ഈ ദുനിയാവിൽ മുസ്ലിം സമുദായം എന്നും കടന്നു പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ദുനിയാവിന്റെ പളവളപ്പാണോ? ഈ ദുനിയാവിൽ നമുക്ക് നല്ല സമ്പത്ത് വേണം, ദുനിയാവിൽ നല്ല ഇസ്സത്ത് വേണം, ദുനിയാവിൽ അധികാരം വേണം, ദുനിയാവിൽ വിദ്യാഭ്യാസം വേണം, ഇവിടെ കൊട്ടാര സമാനമായ വീടുകൾ വേണം, വാഹനങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം, ഇവിടെ ഇസ്സത്തോടെ സുഖിച്ച് ജീവിക്കണം എന്നതാണോ മുസ്ലിം സമുദായത്തിന്റെ ലക്ഷ്യം? സാമുദായികമായ താല്പര്യം, ഇവിടുത്തെ അസ്തിത്വവും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ ആവേശവും ഈ ദുനിയാവ് മാത്രമാണോ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം? അതാവാൻ പാടില്ല. ഈ ദുനിയാവ് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവിൽ വരുന്ന പ്രതിസന്ധികളെ, ദുനിയാവിൽ വരുന്ന കുറവുകളെ, ദുനിയാവിൽ വരുന്ന നിന്ദ്യതകളെ, ദുനിയാവിൽ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങളെ, ദുനിയാവിൽ ഈ ഉമ്മത്തിനെ 4 ഭാഗത്ത് നിന്ന് കൊത്തി വലിച്ച് മാന്തിപ്പറിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മുസ്ലിം സമുദായം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വഴി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മുത്തുനബി പഠിപ്പിച്ച പരിഹാരത്തിലേക്കാണ് മടങ്ങേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വട്ടപാത്രത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർ, അതാര്? സാധാരണ ആളുകളല്ല, തീറ്റക്കാർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കമാ തദാ അൽ ആകിലതു അലാ ഖസ്അതിഹാ, ഒരു വട്ടപാത്രത്തിന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന തീറ്റക്കാര്, അവര് തിന്നാൻ വേണ്ടി വന്നവരാ, മത്സരിച്ച് തിന്നുന്നവരാ. തീറ്റക്കാരായ ആളുകൾ അവര് ഭക്ഷണപാത്രത്തിൽ നിന്ന് ഒന്നിച്ച് അറബികൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, അത് മുത്തനബിയുടെ ഭക്ഷണം ഒറ്റപാത്രത്തിൽ നിന്ന് ഒരാടിനൊക്കെ പുഴുങ്ങിക്കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും ചുറ്റുഭാഗത്തിരുന്ന് മാന്തി വലിച്ച് മത്സരിച്ച് ആ തീറ്റക്കാരി ഭക്ഷണം തിന്ന് തീർക്കുകയാണ്. എന്നതുപോലെ ഈ ഉമ്മത്തിന് മിൻകുല്ലി ഉഫുഖിൻ, നാനാഭാഗത്ത് നിന്ന്, ഗസ്സയിൽ, പലസ്തീനിൽ, സിറിയയിൽ, യമനിൽ, ലബനാനിൽ, മ്യാൻമറിൽ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിൽ, ഇന്ത്യയിൽ, ഏത് പ്രദേശങ്ങളിലും ഈ ഉമ്മത്തിനെ എല്ലാ ശത്രുക്കളും ഒരുമിക്കുകയാണ്. അതിന് ജൂതനും ക്രിസ്ത്യാനിയും ഒരുമിക്കും, അതിന് ഫാഷിസ്റ്റ് ശക്തികളും ബുദ്ധന്മാരും യോജിക്കും. വിശ്വാസപരമായി ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്ത ആളുകൾ പോലും ഈ ഉമ്മത്തിനെ മാന്തി വലിച്ച് തിന്ന് നശിപ്പിക്കാൻ വേണ്ടി അവരൊറ്റക്കെട്ടായി മുത്തുനബി അന്ന് പറഞ്ഞു മിൻകുല്ലി ഉഫുഖ്. എന്താ അതിന് പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ കാലഘട്ടത്തിൽ പല കക്ഷികളാവും, പല ഗ്രൂപ്പുകളാവും, പല ആശയക്കാരാവും, പല സംഘടനക്കാരാവും, നിങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കണം എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞത് എന്താണെന്നറിയോ? സ്വഹാബത്ത് ചോദിച്ചു, മുത്തുനബിയെ എന്താ കാരണം? എന്താണ് കാരണം? ഞങ്ങൾ എണ്ണത്തിലെ കുറവ് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ അല്ല, അന്ന് ഇന്നത്തേതിനേക്കാൾ ബൽ അൻതും കസീർ, നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഉണ്ടാകും, നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകും. നിങ്ങളുടെ എണ്ണത്തിന്റെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, പിന്നെ നിങ്ങളുടെ കുറവ് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ വഹൻ. മൽ വഹൻ യാ റസൂലല്ലാഹ്? എന്താണ് അൽ വഹൻ? മുത്തുനബി പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഹുബ്ബ്, മരണത്തോടുള്ള വെറുപ്പ്. ദുനിയാവിനോട് ഹുബ്ബ് വർദ്ധിപ്പിക്കലല്ല, ദുനിയാവിന്റെ ആളുകളായി തീരലല്ല, ദുനിയാവിൽ നമുക്ക് ഇസ്സത്തുണ്ടാവണമെന്ന് കൊതിക്കലല്ല, ദുനിയാവിന് വേണ്ടി നിലക്കൊള്ളലല്ല. ഈ ഉമ്മത്ത് ചെയ്യേണ്ട പരിഹാരം ആഖിറത്തിന് വേണ്ടി ഒരുങ്ങലാണ്, ആഖിറത്തിന് വേണ്ടി നിലക്കൊള്ളലാണ്, ഉഖ്റവിയായ ചിന്തകളാണ്, ആത്മീയതയിലേക്ക് മടങ്ങലാണ്, ഔലിയാക്കളിലേക്ക് മടങ്ങലാണ്, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങലാണ്. അത് മാത്രമേ ഫാഷിസം ആർമാദിക്കുന്ന, തലക്ക് വട്ടമിട്ട് പറക്കുന്ന യഹൂദരും ക്രിസ്ത്യാനികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരിലെ തീവ്രവാദികൾ, അവരിലെ സയനിസ്റ്റുകൾ ഒന്നിച്ച് എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാ യഹൂദികളെയും പറയല്ല, ആ തീവ്ര ഭീകര പട്ടികയിൽ വരുന്ന ഏത് മതക്കാരാണെങ്കിലും, ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ശക്തികളാണെങ്കിലും, മ്യാൻമറിലെ ബുദ്ധ രാക്ഷസന്മാരാണെങ്കിലും, അവർക്കെതിരെയുള്ള പരിഹാരമാർഗം നമ്മൾ നമ്മുടെ വഴിയിലേക്ക്, നമ്മുടെ പൈതൃകത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധ വഴിയിലേക്ക് മടങ്ങല. അല്ലാതെ നമ്മൾ ദുനിയാവിൽ ഇസ്സത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു നടക്കലല്ല.
ദുനിയാവിൽ ഇസ്സത്ത് ഉണ്ടാവട്ടെ, നല്ലത്. ദുനിയാവിൽ നമുക്ക് വീട് വേണം, നമുക്ക് വിദ്യാഭ്യാസം വേണം, നമുക്ക് പദവി വേണം, നമുക്ക് സൗകര്യങ്ങൾ വേണം. പക്ഷേ ദുനിയാവിന്റെ സൗകര്യങ്ങൾക്കും അധികാരത്തിനും പദവിക്കും സ്ഥാനത്തിനും നമ്മുടെ ആത്മീയത പണയപ്പെടുത്തിയാവരുത്. സുന്നത്ത് ജമാഅത്തിനെ ബലി കഴിച്ചുകൊണ്ടാവരുത്. ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ബിദ്അത്തുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ടാവരുത്. അവനെ കെട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്നതല്ല ഈ മുസ്ലിം സമുദായത്തിനുള്ള ഇസ്സത്ത്. അതൊരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ വന്ന് പ്രസംഗിക്കും, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ ഐക്യപ്പെടണം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അല്ല, അള്ളാഹുവിന്റെ കലാമിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. പടച്ച റബ്ബ് പറഞ്ഞത്, നിങ്ങൾ എല്ലാ ബിദ്അത്തുകാരും എല്ലാ തീവ്രവാദ സംഘടനകളും എല്ലാവരും നിങ്ങൾ ഒന്നിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങണമെന്നല്ല. നിങ്ങളെല്ലാവരും ഒരു വട്ടമേശക്ക് ചുറ്റുഭാഗത്തിരുന്ന് ചായയും അണ്ടിപ്പരിപ്പും തിന്നണം എന്നല്ല. വെള്ളിയാഴ്ച ജുമുഅക്ക് ഏത് പള്ളിയിലും പോകാം. അതേപോലെ അപ്പുറത്തെ മജ്ലിസുന്നൂറിനെ വിമർശിക്കാം, പാണക്കാട്ട് തങ്ങന്മാർക്കെതിരെ കുതിര കയറാം, അതേപോലെ ഔലിയാക്കൾക്കെതിരെ, കേരളത്തിലെ സമസ്തക്കാർക്കെതിരെ, ശംസുൽ ഉലമക്കെതിരെ, കണ്ണിയത്ത് ഉസ്താദിനെതിരെ തെറിയ അഭിഷേകങ്ങൾ പറയാം. എന്നിട്ട് അസറിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നൊരു ചായ കുടിച്ച് പിരിഞ്ഞാൽ ഈ സമുദായം വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ അതാകുമെന്ന് ആരും മനസ്സിലാക്കണ്ട. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും സുന്നികളാവണമെന്നാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ കയറിൽ വന്ന് മുറുകെ പിടിക്കണമെന്നാണ്. വലാ തഫറഖു, ആ കയറ് വിട്ട് നിങ്ങൾ വേറെ സംഘടനകളിലേക്ക് പോകരുത്. നിങ്ങൾ ബിദ്അത്തുകാരാവരുത്, നിങ്ങൾ തീവ്രവാദികളാകരുത്, നിങ്ങൾ ഇസ്ലാമിനെ തകർക്കുന്നവരാവരുത്. ഏതാണ് ഹബ്ലുല്ലാഹ്? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ആ ഹബ്ലുല്ലാഹ് അല്ലാഹുവിന്റെ കയറ്, പടച്ച റബ്ബിലേക്ക് എത്തുന്ന പാശം പരിശുദ്ധമായ ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും സ്വഹാബത്തിന്റെ ഇജ്മാഉം മഹാന്മാരുടെ വഴിയും, ഈ മഹാന്മാരുടെ ഇത്തിബാഇന്റെ മാർഗത്തിൽ അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, മാ അന അലൈഹി വ സ്വഹാബി എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴി, ആ വഴിയിൽ നിങ്ങൾ എല്ലാവരും ചെന്ന് മുറുകെ പിടിക്കണം, ആ വഴിയിൽ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ എല്ലാവരും കൂടെ സൗഹൃദ സംഘമുണ്ടാക്കലല്ല വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന് പറഞ്ഞതിനർത്ഥം. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മൾ അങ്കലാപ്പലായതുകൊണ്ട് കാര്യമല്ല, നമ്മൾ പ്രയാസപ്പെട്ട് ടെൻഷൻ ആയതുകൊണ്ട് കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് ആശയപരമായി ആദർശപരമായി ഭിന്നതകളിലേക്ക് എത്തും. സതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായം ഛിന്ന ഭിന്നമാകും, പലതരത്തിലുള്ള ടീമുകളായി പോകും, ഫരീഖുകളായി മാറും, പല ഫിർഖത്തുകളായി വരും. അലാ 73 മില്ല, 73 സംഘങ്ങളായി, 73 ആശയധാരകളായി ഈ സമുദായത്തിൽ ഛിന്ന ഭിന്നമായി അങ്ങനെ പോകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഗൗരവത്തിന്റെ വാക്കെന്താ? കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്നാണ്. ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിയാ കൂടൂല. മുത്തനബിയാണ് പറഞ്ഞത് അവരൊക്കെ നരകത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. ഒറ്റ വഴി ഒഴികെ, ഇല്ലാ മില്ലത്തും വാഹിദ, ഒരേ ഒരു മില്ലത്ത് 73-ൽ 72 നരകത്തിലാണെന്ന് പഠിപ്പിക്കുന്നത് സ്വാദിഖുൽ മസ്ദൂഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് അവർ അല്ലാഹുവിന്റെ റസൂലേ? ഒരേ ഒരു ടീം മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുള്ളൂ. മുത്തനബി അതിന് ഉത്തരം പറഞ്ഞത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവർ എന്നല്ല. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനല്ലേ? എന്തേ മുത്തനബി പറഞ്ഞത്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴി, ആ വഴിക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയാം. മാ അന അലൈഹി വ അസ്ഹാബി, മുത്തനബിയുടെ സുന്നത്തിന്റെ വഴി, അതാണ് അഹ്ലുസ് സുന്ന. വ അസ്ഹാബി, സ്വഹാബത്തിന്റെ വഴി, അതാണ് വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നത്? ഇന്നലെ നമ്മൾ മജ്ലിസുന്നൂർ നടത്തി. ആരാണ് മജ്ലിസുന്നൂറിന്റെ ആളുകൾ? മഹാന്മാരായ ബദരീങ്ങൾ. ആരാണ് ബദരീങ്ങൾ? മുഹാജിറുകളും അൻസാറുകളും. 83 ആളുകൾ മുഹാജിറുകളാണ്, ബാക്കി 230-ലേറെ വരുന്നവർ അൻസാറുകളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുഹാജിറാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുഹാജിറാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലിയാർ തങ്ങളും റളിയല്ലാഹു അൻഹും അവരൊക്കെ മുഹാജിറുകളാണ്. 83 ആളുകൾ മുഹാജിറുകൾ.
ബാക്കിയുള്ളവർ അൻസാറുകൾ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദുവൻ. അല്ലാഹു പൊരുത്തപ്പെട്ട ടീമാരാ? ഇത് ഖുർആനാണ് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട വിഭാഗം. അവർ അല്ലാഹുവിലും പൊരുത്തപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും റിളാ നേടിയവർ, പൊരുത്തം നേടിയവർ. റബ്ബ് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ടവർ, റബ്ബിനെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ടവർ ആരാ? മുത്തുനബി വളർത്തിക്കൊണ്ടുവന്ന മഹാന്മാരായ സ്വഹാബിമാർ, മുഹാജിറുകളും അൻസാറുകളും, ആദ്യകാലക്കാര്. വസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻഗാമികളും ആദ്യകാലക്കാരുമായ സ്വഹാബിമാർ. അവര് തന്നെയാണ് ബദരീങ്ങള്. ഖുർആൻ പറഞ്ഞ വസ്സാബിഖൂനൽ അവ്വലൂൻ, അവരാണ് സ്വഹാബുൽ ബദർ. അവരെ ഇത്തിബാഅ് ചെയ്ത താബിഊകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇത് ഖുർആനാ പറയുന്നത്. താബിഈങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടു. ആ താബിഈങ്ങളെ പിൻപറ്റി ജീവിച്ച, ഇത്തിബാഅ് ചെയ്ത താബിഉ താബിഈങ്ങൾ, ആ ഇത്തിബാഇന്റെ വഴി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടുവന്നവരെ ആണ് പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടത്. അവരാണ് സ്വർഗാവകാശികൾ, അവരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ, അവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ വഴി ഇവിടെ കൃത്യമായി നിലനിർത്തിക്കൊണ്ടുവരുന്നവർ. മുൻഗാമികളെ ആക്ഷേപിച്ചവരല്ല, മുൻഗാമികളെ തള്ളിപ്പറഞ്ഞവരല്ല. സുന്നികൾക്ക് മുൻഗാമികളെ തള്ളിപ്പറയാൻ കഴിയൂല. സുന്നികൾക്ക് എന്തേ കഴിയൂ? നമ്മുടെ തൊട്ട് മുമ്പുള്ള മുൻഗാമികളെ ഇത്തിബാഅ് ചെയ്യാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഗുരുനാഥന്മാർ, അവർ ആ കാലം 1925 കാലഘട്ടത്തിൽ കേരളത്തിലെ സുന്നി ഉലമാക്കൾ, സാദാത്തുകൾ സമസ്ത രൂപീകരിക്കുമ്പോ അവർ ഇത്തിബാഅ് ചെയ്ത് വന്നിരുന്ന വഴി മഖ്ദൂമിങ്ങളുടെ വഴിയാണ്. മഖ്ദൂമി പണ്ഡിതന്മാരുടെ വഴി. അവർ അവരുടെ ഗുരുനാഥന്മാരെ നമുക്ക് നമ്മുടെ ഈ ഇത്തിബാഇന്റെ ഗുരുപരമ്പര, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ ഗുരുപരമ്പര, ആ കണ്ണി, ആ സിൽസില, ആ സനദ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. മുത്തുനബിയിലേക്ക് ചെന്ന് ചേരുന്ന ഇത്തിബാഇന്റെ വഴി, ആ വഴി നിലനിർത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. ഇതൊരു അവകാശവാദമല്ല കേരളത്തിൽ. എന്തുകൊണ്ട്? നിങ്ങൾ പഠിച്ചു നോക്ക്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുമ്പോ അദ്ദേഹത്തിന് അന്ന് ഏറെക്കുറെ 38 വയസ്സ് പ്രായമാണ്. അന്ന് അയാൾ പറഞ്ഞു, ഞാൻ എന്റെ പാരമ്പര്യത്തിന്റെ ചങ്ങല വലിച്ചു പൊട്ടിച്ചെറിയുന്നു. പാരമ്പര്യത്തിന്റെ ചങ്ങല അയാൾ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു. ഈ സിൽസില, ഈ സനദ് അയാൾ തകർത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നൊരു നവമുസ്ലിമാണ്, ഞാൻ ഇന്നൊരു പുതിയ മുസ്ലിമാണ്. 3 വട്ടം കലിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സെക്കൻഡ് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായത്. ഇതുവരെ ഞാൻ പാരമ്പര്യത്തിന്റെ ജാഹിലിയത്തിന്റെ ചങ്ങലവള്ളിയിൽ കെട്ടുമണഞ്ഞു കിടക്കുന്നവനായിരുന്നു. പൊട്ടിച്ച് തകർത്ത് വലിച്ചെറിഞ്ഞു. ഈ നിമിഷം മുതലാണ് ഞാനൊരു യഥാർത്ഥ മുസ്ലിമായത്. ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങളുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുമ്പോ ഇങ്ങനെ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇപ്പോഴും രേഖപ്പെട്ട് കിടക്കുന്നില്ലേ? IPH പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ പുസ്തകങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ച സാഹചര്യം പറയുന്നില്ലേ? നിഷേധിക്കാൻ കഴിയോ? ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ഒരു അംഗം ചേരണമെങ്കിൽ ഇപ്പോഴും ഇതാ ഏർപ്പാട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുഭാവികളുണ്ട്, അംഗങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരാൾ അംഗമായി ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കയറണമെങ്കിൽ അതിന് ഒന്നാമത്തെ നിബന്ധന കലിമ ചൊല്ലലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്ന് മുതലേ അവൻ യഥാർത്ഥ ഒരു മുസ്ലിം ആകുന്നുള്ളൂ. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള സംവാദങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേതാവ് എന്തിനാണ് അന്ന് കലിമ ചൊല്ലിയത്? നിങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് അംഗങ്ങളെ എടുക്കുമ്പോ എന്തിനാണ് കലിമ ചൊല്ലിപ്പിക്കുന്നത്? നിങ്ങൾ ഈ പാരമ്പര്യത്തെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞതല്ലേ? നിങ്ങൾ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും അതിൽ അവർക്ക് ഈ പൈതൃകവും പാരമ്പര്യവുമില്ല. മൗദൂദി പറഞ്ഞു, മൗദൂദിയുടെ ലക്ഷ്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്? ഈ ദുനിയാവിൽ ഭരണകൂടം സ്ഥാപിക്കണം, ഹുക്കൂമത്തെ ഇലാഹി. അതിൽ കുറഞ്ഞതൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമല്ല. അവരിപ്പോഴും പറയുന്നത് എന്താ? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇഖാമത്തുദ്ദീനാണ്,
ഹുക്കൂമത്തെ ഇലാഹിയാണ്. പിന്നെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കാശ്മീരിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവര് 18 അടവും പയറ്റിയ അടവ് നയത്തിന്റെ ഭാഗമായി പലതൊക്കെ മാറ്റി മാറ്റി പറയാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരാ മൗദൂദിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പൗരാണിക നേതാക്കളുടെയും ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നിന്റെ ലക്ഷ്യം മതരാഷ്ട്രവാദമല്ലേ? ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി അല്ലേ? അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം എന്താ നിനക്കുള്ളത്? അതിന് നിന്റെ നേതാക്കൾ നിസ്കാരത്തെ പോലും അങ്ങനെ വ്യാഖ്യാനിച്ചു. 5 വഖത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരന്റെ കവാത്താണ്, പരേഡാണ്. ഇത് ഏതെങ്കിലും ഇമാമ് പറഞ്ഞോ നിസ്കാരം എന്ന് പറഞ്ഞ പരേഡാണ്? നിസ്കാരം എന്ന് പറഞ്ഞ പട്ടാളക്കാരന്റെ ഒരു കവാത്ത് പരിശീലനമാണ് എന്ന്? നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ഒരു വിഭാഗത്തിന്റെ തയ്യാറെടുപ്പാണ് എന്ന് ഏതെങ്കിലും ഇമാമ് പറഞ്ഞോ? ഏതെങ്കിലും രാജ്യത്ത് പറഞ്ഞോ? സ്വഹാബത്ത് പറഞ്ഞോ? താബിയുകൾ പറഞ്ഞോ? ഖുർആൻ പറഞ്ഞോ? മുത്തനബി പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അവന്റെ ലക്ഷ്യം മതരാഷ്ട്രവാദമായതുകൊണ്ട് അതിനനുസരിച്ച് നിസ്കാരത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തു. നോമ്പിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു. പട്ടാളക്കാർക്ക് പ്രതിരോധ സംവിധാനമാണ് നോമ്പ്. കാരണം യുദ്ധത്തിന് പോയാൽ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. അതിനുള്ള പരിശീലനമാണ് റമദാനിലെ നോമ്പ്. ഹജ്ജ് എന്ന് പറഞ്ഞ ഒന്നിച്ച് പട്ടാളം അണിനിരക്കലാണ്. ഇസ്ലാം കാര്യങ്ങൾ പോലും സക്കാത്ത് എന്നത് അവരുടെ സംഘടനക്കാണ്. പിന്നെന്താ ഈ ബാക്കിയുള്ളത്? പിന്നെന്താ ബാക്കിയുള്ളത്? കലിമ പിന്നെ ആദ്യം തന്നെ പറഞ്ഞു. പഴയ പാരമ്പര്യം പൊട്ടിച്ച് ജമാഅത്തെ ഇസ്ലാമി ആവാനാ കലിമ. 5 ഇസ്ലാം കാര്യങ്ങളും സംഘടനാവൽക്കരിച്ച് മതരാഷ്ട്രത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഗതികേട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? പാരമ്പര്യം വലിച്ചെറിഞ്ഞതുകൊണ്ട്. മൗദൂദി ഒരു പത്രപ്രവർത്തകനായിരുന്നു. മൗദൂദി ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ നിരീക്ഷിക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് അന്നൊരു താല്പര്യം. ലോകത്തുള്ള പല ഇസങ്ങൾ, ഒരു ഭാഗത്ത് കമ്മ്യൂണിസം ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ക്യാപിറ്റലിസം ഉണ്ട്, മുതലാളിത്ത വ്യവസ്ഥിതിയുണ്ട്, ലോകത്ത് പലയിടത്തും രാജഭരണങ്ങളുണ്ട്. പക്ഷേ ലോകത്ത് ഇസ്ലാമിക ഭരണം വരണം, ഇതിനൊക്കെ പരിഹാരമായി ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട്, ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ തോന്നി. അയാളുടെ തോന്നലാണ്. ആ തോന്നലിനനുസരിച്ച് അയാൾ ഒരു സംഘടനയുണ്ടാക്കി, ആശയങ്ങൾ രൂപപ്പെടുത്തി, അജണ്ടകൾ തയ്യാറാക്കി, അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: അതിന് അള്ളാന്റെ കലാമിനെയും ഖുർആനിനെയും ഹദീസിനെയും ദീനിന്റെ പാരമ്പര്യവും ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സമുദായത്തെ അപകടപ്പെടുത്തണമായിരുന്നോ? ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി ആർക്കാ വിരോധം? ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമി, ജനാധിപത്യത്തോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്താണ്? അന്നത്തെ നിലപാടെന്താ? പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിലപാടെന്താ? ഭരണഘടനാപരമായ നിലപാടെന്താ? എന്നാണത് മാറ്റിയത്? ജനാധിപത്യം ശിർക്കും കുഫറും ഹറാമുമായിരുന്നില്ലേ? ജനാധിപത്യ ഗവൺമെന്റ് താഗൂത്തായിരുന്നില്ലേ? ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ശിർക്കിനും കുഫ്രിയത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്യൽ ഹറാമായിരുന്നില്ലേ? സ്ഥാനാർത്ഥിയാവൽ, മത്സരിക്കൽ നിഷിദ്ധമായിരുന്നില്ലേ? ഈ താഗൂത്ത് ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് വ്യവസ്ഥിതിയിൽ സർക്കാരിന്റെ ജോലി സ്വീകരിക്കൽ നിങ്ങൾക്ക് ഹറാമായിരുന്നില്ലേ? ഈ കോഴിക്കോട് ജില്ലയിലില്ലേ സർക്കാർ ജോലിയുടെ സർട്ടിഫിക്കറ്റ് വലിച്ചു ചീന്തിക്കളഞ്ഞവർ? സർക്കാർ കൊടുത്ത സർട്ടിഫിക്കറ്റ് വലിച്ചു ചീന്തി ഗവൺമെന്റ് ജോലി രാജിവെച്ച ജമാഅത്തെ ഇസ്ലാമിക്കാര് ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടില്ലേ? ഞങ്ങളെ കൊണ്ട് എണ്ണി പറയിപ്പിക്കണോ? എന്താണ് നിങ്ങൾ സർക്കാർ ജോലി അന്ന് രാജിവെച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിരായത്? നിങ്ങളുടെ വിശ്വാസവും നിലപാടും അതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തെവിടെയും തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തതുമാണ്. അതിന്റെ ഗൗരവം വളരെ ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് നിങ്ങളും പാരമ്പര്യത്തിലേക്ക് മടങ്ങണം. നിങ്ങളും പാരമ്പര്യത്തിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ തരം താഴ്ന്ന ഗതികേടുണ്ടാകും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ ആളാവുക, ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ വാഹകനാവുക, ഏറ്റവും വലിയ മാനവികതയുടെ അപ്പോസ്തലനാവുക. അതിനുവേണ്ടി പാവം ജമാഅത്തെ ഇസ്ലാമിക്കാരാ
നിനക്ക് എന്തൊക്കെ ഗതികേട് ദുർഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഈ കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പള്ളിയിൽ, കേരളത്തിലെ ഒരു പള്ളിയുടെ ഉള്ളിൽ ഓണ സൗഹൃദ സംഗമം നടത്തി. എന്തിനാണെന്നറിയോ? ആയിക്കോട്ടെ, ഓണാഘോഷത്തിന്റെ ഭാഗമായ ഒരു സൗഹൃദ സംഗമം എല്ലാ ആളുകളും കാണുന്ന രൂപത്തിൽ അങ്ങാടിയിൽ നടത്താം, ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താം. എന്നാൽ അതൊരു കൗതുകമാണ്. ഇതേപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓണ സൗഹൃദ സംഗമം എല്ലാവരും കൂടെ സംഘടിപ്പിച്ച് നടത്തിയ അതൊക്കെ ഒരു ആണത്തുള്ള കാര്യമാണ്. എന്തിനാണ് പള്ളിയുടെ ഉള്ളിൽ നടത്തിയത്? പള്ളി മഹത്വമുള്ള സ്ഥലമാണ്, പവിത്രമായ സ്ഥലമാണ്. പള്ളി ബഹുമാനിക്കപ്പെടേണ്ടതാണ്, പള്ളി ആദരിക്കപ്പെടേണ്ടതാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് എല്ലാ മതക്കാരെയും, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഔറത്ത് മറച്ചവരെയും മറക്കാത്തവരെയും ശുദ്ധിയുള്ളവരെയും ഇല്ലാത്തവരെയും പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി മതസൗഹാർദ്ദം തെളിയിക്കേണ്ട ഗതികേടുണ്ടായത് ജമാഅത്തെ ഇസ്ലാമിക്കാര നിന്ന റബ്ബ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ മതത്തിനും ആ മതത്തിന്റെ പവിത്രതയുണ്ട്, ആ മതത്തിന്റെ ആരാധനാലയങ്ങൾക്ക് പവിത്രതയുണ്ട്. ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പോകുന്ന കാലാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെ മതസൗഹാർദ്ദം തെളിയിക്കാൻ. കാരണം എന്താ? അവരുടെ ഒരു പവിത്രത ഉണ്ട്. അവരുടെ 18-ാം പടി കയറി അവരുടെ ഏറ്റവും പുണ്യ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ആ പുണ്യസ്ഥലത്തേക്ക് അവർക്ക് എല്ലാ മതക്കാരും കയറാൻ പാടില്ല. എല്ലാ മതക്കാരും എന്നല്ല, ഹിന്ദുക്കൾ തന്നെ എല്ലാവരും കയറാൻ പാടില്ല. സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല, പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾ. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ആ വിശ്വാസം മാനിക്കപ്പെടണം, ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വിശ്വാസമല്ലേ? അവരുടെ മതവിശ്വാസങ്ങളില്ലേ? ജൂതന്മാർക്കല്ലേ? അവരുടേതായ മതചടങ്ങുകളിൽ അവര് മാത്രം പങ്കെടുക്കേണ്ട സ്ഥലങ്ങളും ചടങ്ങുകളുമില്ലേ? മുസ്ലിം സമുദായത്തിനും അതുണ്ട്. ഇതിനർത്ഥം സമുദായം, മുസ്ലിം സമുദായം ഖുർആനും ഹദീസും ദീനും മതസൗഹാർദ്ദത്തിനെതിരാണ്. മതസൗഹാർദ്ദത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും അത് നിലനിൽക്കാനുള്ള ആത്മാർത്ഥമായ വേറെ വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ഗതികേടാ. എന്തിന്? പലവട്ടം നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ഇനിയും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിരോധിക്കപ്പെടുമോ? തീവ്രവാദത്തിന്റെ ആ മുഖം തൽക്കാലം ചുരുട്ടിക്കൂട്ടി പെട്ടിയിലാക്കി വെച്ച തീവ്രവാദത്തിന്റെ മേൽക്കുപ്പായം ആരെങ്കിലും പെട്ടി തുറന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇട്ടുകൊടുക്കുമോ എന്ന പേടി, അതുകൊണ്ടാ ചെയ്തത്. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, സൗഹൃദ ജുമുഅ നടത്തി. ജുമുഅക്ക്, ഓണാഘോഷം മാത്രമല്ല, പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് എല്ലാ മതക്കാരെയും വിളിച്ചുകൂട്ടി സൗഹൃദ ജുമുഅ. അങ്ങനെ ഒരു ജുമുഅ ഉണ്ടോ കൂട്ടരെ? ജുമുഅ എന്ന് പറഞ്ഞ ഇബാദത്ത്. ഇതാ നിങ്ങൾക്ക് പറ്റിയ ഗതികേട്. ജമാഅത്തെ ഇസ്ലാമിക്കാരനും ബിദ്അത്തുകാരനും പറ്റിയ ദുർഗതി ഇതാ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? 4 അക്ഷര അറബി പഠിച്ചപ്പോ നിങ്ങൾ മനസ്സിലാക്കിയ അറബി നിഘണ്ടുവില് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മൗദൂദി പറഞ്ഞത് എന്താ? അറബി വ്യാകരണം അറിഞ്ഞാൽ ഒരു അറബി നിഘണ്ടു ഉണ്ടായാൽ ഖുർആൻ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചത് നിങ്ങളുടെ അബദ്ധം. ഒരു നിഘണ്ടു, ഒരു ഡിക്ഷണറി, അറബി ഡിക്ഷണറി, കുറച്ച് അറബി അറിഞ്ഞാൽ ഹദീസ് വ്യാഖ്യാനിക്കാം, അർത്ഥം പറയാം. ഇതാ വഹാബികൾക്കും ജമാഅത്തുകാർക്കൊക്കെ പറ്റിയ അപകടം. നിങ്ങളിങ്ങനെ ഒരു നിഘണ്ടു വാങ്ങിയിട്ട് ഖുത്ബ എന്നുള്ളതിന്റെ അർത്ഥം നോക്കി. ഖുത്ബ പ്രസംഗം. പ്രസംഗമായാൽ മലയാളത്തിലാവണ്ടേ, എന്നാലല്ലേ ആളുകൾക്ക് തിരിയുള്ളൂ. ഇതല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലും വഹാബിയുടെ പള്ളിയിലും വെള്ളിയാഴ്ച മലയാളത്തിൽ പ്രസംഗിക്കാൻ എന്താ തെളിവ്? ഖുർആൻ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയോ? ഹദീസ് തെളിവ് കൊണ്ടുവരാൻ കഴിയോ? സഹാബത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? താബീങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? താബിഉ താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ? മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ വന്ന് ഇവിടെ പള്ളി ഉണ്ടാക്കി. അവർ മലയാളം പഠിച്ചിട്ടുണ്ട്. അവർ മലയാളത്തിൽ സ്വഹാബിമാര് അന്നത്തെ നാട്ടുഭാഷ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന താബിഉകൾ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും കേരളത്തിലും തമിഴ്നാട്ടിലും ലോകത്തെവിടെയും നാട്ടുഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടില്ല. ഖുത്ബ നടത്താൻ, മലയാളത്തിൽ ഖുത്ബ നടത്താൻ, പ്രാദേശിക ഭാഷയിൽ ഖുത്ബ നടത്താൻ ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ ചരിത്രമോ തെളിവ് കൊണ്ടുവരാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനും വഹാബിക്കും മലയാളത്തിൽ ഖുത്ബ നടത്തുന്ന ആർക്കും സാധ്യമല്ല. ഒറ്റ തെളിവേ ഉള്ളൂ. ഖുത്ബ എന്ന അറബി വാക്കിന്റെ അർത്ഥം പ്രസംഗം. പ്രസംഗാണെങ്കിൽ തിരിയണം, തിരിയണമെങ്കിൽ മലയാളത്തിൽ വേണം. അപ്പോഴാണ് ശംസുൽ ഉലമ സിമ്പിൾ ആയിട്ട് അതിന് മറുപടി പറഞ്ഞത്, ഖുത്ബ ഒരു പ്രസംഗമാണെങ്കിൽ ജുമുഅ ഒരു മീറ്റിംഗ് ആണടോ. ഒറ്റ വാക്ക് കഴിഞ്ഞു, കഥ കഴിഞ്ഞു. കാരണം ജുമുഅ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മീറ്റിംഗ്. ഇത് ജുമുഅ അല്ല, ഇത് SKSF-ന്റെ 15-ാം വാർഷികമാണ്. 15 അല്ലേ?
ഇത് SKSFന്റെ 15ാം വാർഷിക സമ്മേളനം. അതൊരു മീറ്റിംഗ്. സമ്മേളനം എന്ന മലയാള വാക്കിന് അറബീകരിക്കുമ്പോൾ ജുമുഅ എന്ന് പറയാം, ജമാഅത്ത് എന്ന് പറയാം. ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ജമാഅത്തായി. ആളുകൾ ഒരുമിച്ച് കൂടി സംഗമിച്ചാൽ, സമ്മേളനം നടത്തിയാൽ, യോഗം കൂടിയാൽ ജുമുഅയായി, മീറ്റിംഗ് ആയി. ഇതൊരു മീറ്റിംഗ് ആണ്, ഒരു സമ്മേളനമാണ്, ജുമുഅയല്ല. വാക്കർത്ഥം പറഞ്ഞിട്ട് ഇബാദത്ത് തീരുമാനിച്ചാൽ അപകടങ്ങൾ സംഭവിക്കും. ഖുതുബ എന്നത് ഇബാദത്താണ്, പ്രസംഗമല്ല. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വുളൂ വേണം നിർബന്ധമല്ല. പക്ഷെ വെള്ളിയാഴ്ച ജുമുഅ നടത്തണമെങ്കിൽ ഖത്തീബിന് ഖുതുബ നടത്തുന്ന ആൾക്ക് വുളൂ വേണം, ശുദ്ധി വേണം. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ള ആളാവണം ഖുതുബ നടത്തേണ്ടത്. കേവലം ഒരു അങ്ങാടി പ്രസംഗം നടത്താൻ ശുദ്ധി വേണ്ട. പിന്നെയോ, ഇത് ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഖുതുബ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.